തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDF തരംഗം. LDF തകർന്നടിഞ്ഞപ്പോൾ NDA നില മെച്ചപ്പെടുത്തി. തൃശൂർ ജില്ലയിൽ ഇടതുകോട്ടകൾ പൊളിച്ചടുക്കി UDF. ആകെയുള്ള 86 ഗ്രാമപഞ്ചായത്തുകളിൽ 34 ഇടത്ത് UDF വിജയ പതാക പാറിച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നുവെന്നതിന്റെ തെളിവാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഉണ്ടായതെന്ന് MV ഗോവിന്ദൻ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDF തരംഗം. LDF തകർന്നടിഞ്ഞപ്പോൾ NDA നില മെച്ചപ്പെടുത്തി. 6 കോർപ്പറേഷനുകളിൽ UDF 4 നേടിയപ്പോൾ LDFും BJPയും 1 വീതം നേടി. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP 50 സീറ്റിൽ വിജയം ഉറപ്പിച്ചു. LDF 29 സീറ്റിലും UDF 19 സീറ്റിലും 2 സ്വതന്ത്രരും വിജയിച്ചു. ഇവരുടെ തീരുമാനം നിർണായകമാണ്. സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് വിഴിഞ്ഞം വാർഡിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരുന്നു. കൊല്ലം കോർപ്പറേഷനിൽ UDF 27 സീറ്റിലും LDF 16 സീറ്റിലും NDA 12 സീറ്റിലും 1 സ്വതന്ത്രനും വിജയിച്ചു. കൊച്ചിയിൽ UDF ഭരണം പിടിച്ചെടുത്തു. UDF 47 സീറ്റിലും LDF 22, NDA 6 സീറ്റിലും സ്വതന്ത്രൻ 1 സീറ്റിലും വിജയിച്ചു. തൃശൂരിൽ UDF 33 സീറ്റിലും LDF 11 സീറ്റിലും NDA 8 സീറ്റിലും വിജയിച്ചു. കോഴിക്കോട് LDF 34 സീറ്റിലും UDF 26, NDA 13 സീറ്റ്, സ്വതന്ത്രൻ 3 സീറ്റിലും വിജയിച്ചു. കണ്ണൂരിൽ 36 സീറ്റോടെ UDF ഭരണം നിലനിർത്തി. LDF 15 സീറ്റിലും NDA 4 സീറ്റിലും വിജയിച്ചു. 17,337 ഗ്രാമപഞ്ചായത്ത് സീറ്റിൽ UDF 6,984 സീറ്റിൽ വിജയിച്ചു. LDF 5,785 സീറ്റിലും NDA 1,309 സീറ്റിലും സ്വതന്ത്രർ 1,164 സീറ്റിലും വിജയിച്ചു. 2,267 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ UDF 958, LDF 759, NDA 50, സ്വതന്ത്രർ 40 സീറ്റിലും വിജയിച്ചു. 3,240 മുനിസിപ്പാലിറ്റി സീറ്റുകളിൽ 1,458 UDFും 1,100 LDFും NDA 324, സ്വതന്ത്രർ 323 സീറ്റിലും വിജയിച്ചു. 346 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ UDF 196, LDF 148, 1 സ്വതന്ത്രനും വിജയിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. തൃശൂർ ജില്ലയിൽ ഇടതുകോട്ടകൾ പൊളിച്ചടുക്കി UDF. ആകെയുള്ള 86 ഗ്രാമപഞ്ചായത്തുകളിൽ 34 ഇടത്ത് UDF വിജയ പതാക പാറിച്ചു. LDFന് 44 ഇടത്താണ് വിജയിക്കാനായത്. NDA ഒരു പഞ്ചായത്തിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. ഇടതിനെ തകർത്തെറിഞ്ഞുകൊണ്ടായിരുന്നു തൃശൂർ ജില്ലയിൽ ഇത്തവണ UDFന്റെ മിന്നും വിജയം. 34 സീറ്റുകൾ നേടിയാണ് LDFിൽ നിന്ന് UDF ഭരണം പിടിച്ചെടുത്തത്. LDFന് 44ലേക്ക് ഒതുങ്ങേണ്ടി വന്നു. തിരുവില്ലാമലയിലാണ് NDA ഭരണം നേടിയത്. ഇവിടെ UDFന് സീറ്റുകൾ തന്നെ ലഭിച്ചില്ല. NDA 10 സീറ്റ് നേടിയപ്പോൾ 7 സീറ്റുമായി LDF തൊട്ടുപിറകിലുണ്ട്. 2 സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വിജയിച്ചു. 2020 തെരഞ്ഞെടുപ്പിൽ 64 ഇടതുപക്ഷവും 21 UDFും ഒരിടത്ത് മാത്രം BJPയും ഭരണമാണ് തൃശൂർ ജില്ലയിൽ ഉണ്ടായിരുന്നത്. ആ 21ൽ നിന്നാണ് ഇപ്പോൾ 34 എന്ന മാജിക് സംഖ്യയിലേക്ക് UDF എത്തിച്ചേർന്നത്. അതിനിടെ 7 പഞ്ചായത്തുകളിൽ UDF LDF തുല്യ നിലയിലാണ്. ഇവിടങ്ങളിലെ ഭരണ സംവിധാനം സംബന്ധിച്ച് വരും നാളുകളിൽ അറിയാം. പ്രാദേശിക തലത്തിലും സംസ്ഥാന തലത്തിലും ചർച്ചകൾ ഉയർന്ന നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ തൃശൂരിൽ ഉണ്ടായിട്ടുണ്ട്. തൃശൂർ പൂരം വിവാദവും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും കൊടകര കുഴൽപ്പണക്കേസും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP തൃശൂർ മണ്ഡലം പിടിച്ചുകൊണ്ട് വലിയ സൂചനകൾ നൽകിയെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഇതൊന്നും കാര്യമായി BJPയുടെ നില മെച്ചപ്പെടുത്താൻ സഹായിച്ചിട്ടില്ല. ചില പഞ്ചായത്തുകളിലെ പ്രാദേശിക നേതാക്കൾ തമ്മിലുള്ള സംഘടനാ പിണക്കങ്ങളും റിബൽ ശല്യങ്ങളും ഒഴിവാക്കിയാൽ ഇതിലും മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ UDFനും കോൺഗ്രസിനും കഴിയുമായിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. സംസ്ഥാനത്ത് അതിശക്തമായ ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നുവെന്നതിന്റെ തെളിവാണ്
തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് വാർഡ് വിഭജനം ഉൾപ്പെടെ നടത്തിയിട്ടും ജനം തിരസ്കരിച്ചുവെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ജനകീയമായ അതിശക്തമായ വിലയിരുത്തലാണ്, വിധിയെഴുത്താണ്. സർക്കാരിൻ്റെ ഭരണപരാജയങ്ങൾ വളരെ തുറന്നു കാട്ടപ്പെട്ടൊരു വിധിയെഴുത്താണ്. ആ വിധിയെഴുത്തിന് ജനങ്ങൾക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത് LDF ഉൾക്കൊള്ളുമോ? പാർലമെന്റ് ഇലക്ഷൻ ഞങ്ങൾ ചോദിച്ചതാണ്, അസംബ്ലി ബൈ ഇലക്ഷനുകൾ ഞങ്ങൾ ചോദിച്ചതാണ്. ഒരു തിരുത്തലും വരുത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല. സർക്കാരിൻ്റെ ധാർഷ്ട്യം, ധൂർത്ത്, അഴിമതി, അക്രമം, ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന CPMന്റെ സമീപനം ഇതെല്ലാം ആവർത്തിക്കുകയായിരുന്നു. ശബരിമലയിലെ സ്വർണ്ണ കൊള്ളക്കാരെ, അമ്പല മോഷ്ടാക്കളെ, അമ്പലം വിഴുങ്ങികളെ ഒതിഞ്ഞ് സംരക്ഷിക്കുക വഴി അവരുടെ വികൃതമായ മുഖം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടാൻ UDFന് സാധിച്ചു. അതിൻ്റെ കൂടി വിജയമാണ്. ഈ വിജയം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ അതിൻ്റെ മുന്നൊരുക്കങ്ങളുമായി ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഏറ്റവും കൂട്ടായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അതിലേക്കും മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതികരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഉണ്ടായതെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. പകുതി ജില്ലാ പഞ്ചായത്തിലും ജയിക്കാനായത് വലിയ നേട്ടമാണ്. ആവശ്യമായ പരിശോധന നടത്തി തിരുത്തൽ വരുത്തുമെന്നും തിരുത്തൽ വരുത്തി തിരിച്ചടി അതിജീവിച്ച അനുഭവമുണ്ടെന്നും CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. 2010 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ അകത്തുണ്ടായിരുന്ന പരാജയത്തെ ഫലപ്രദമായി നേരിട്ടുകൊണ്ട് ജനങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് LDFന് മുന്നോട്ടേക്ക് വരാൻ സാധിച്ചിട്ടുള്ളത്. LDFൻ്റെ അടിത്തറ തകർന്നിരിക്കുന്നുവെന്ന് പ്രചാരവേല ചിലർ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. രാഷ്ട്രീയമായി പരിശോധിക്കുമ്പോൾ കാണുന്ന ജില്ലാ പഞ്ചായത്തുകളുടെ പകുതി ജില്ലാ പഞ്ചായത്തുകളിൽ ജയിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഞാൻ പറഞ്ഞത് LDFൻ്റെ അടിത്തറയിൽ കാര്യമായ മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് വിശദീകരിച്ച് പരിശോധിക്കേണ്ടതാണ്. ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ വർഗീയ ശക്തികളുമായി ചേർന്നുകൊണ്ടാണ് പരസ്യമായി നീക്കുപോക്കുണ്ടായിക്കൊണ്ടും രഹസ്യമായി നീക്കുപോക്കുണ്ടായിക്കൊണ്ടുമാണ് UDF മത്സരിച്ചിട്ടുള്ളത്. LDFനെ പരാജയപ്പെടുത്താൻ BJP വോട്ടുകൾ UDFനും തിരിച്ച് UDF വോട്ടുകൾ BJPക്കും ലഭിച്ച നിരവധി സംഭവങ്ങൾ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP വലിയ മുന്നേറ്റമാണ് നടത്തിയതെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സർക്കാരിന്റെ ഭരണപരാജയം ഇതോടെ വ്യക്തമായെന്നും UDFനുണ്ടായ വിജയം താൽക്കാലികമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേരളത്തിൽ 20% വോട്ട് നേടിയാണ് BJP മുന്നേറിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ആർക്കൊരു സംശയമില്ല, LDF ഭരിച്ച 10 കൊല്ലം ഭരിച്ച LDFന്റെ പരാജയമാണെന്ന്. അവരുടെ അഴിമതി, അവര് ശബരിമലയെ ചെയ്ത ദ്രോഹം, അവരെ എത്രയോ അനാസ്ഥയും കുറ്റകരമായ അനാസ്ഥയും അവരുടെ കഴിവില്ലായ്മയും അതിൻ്റെ ഒരു മറുപടിയാണ് ഇന്ന് ജനങ്ങൾ തന്നിരിക്കുന്നത്. ഇനി ആ LDFന്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു. കോൺഗ്രസിന് കിട്ടിയ ഒരു മുന്നേറ്റം അത് കറക്റ്റാണ്. അവർക്ക് നല്ലൊരു ആന്റി ഇൻകംബൻസി വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് അതൊരു ടെമ്പററി ഫിനോമിനനാണ്. ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ ആരാണ് വികസനം ചെയ്യാൻ പോകുന്നത്, ആരാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത്, അത് ജനങ്ങൾ തീരുമാനിക്കും. തിരുവനന്തപുരത്തിലും മാറ്റം കൊണ്ടുവന്നു. ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ ഈ നല്ല മാറ്റം ജനങ്ങൾ ആവശ്യപ്പെടുന്നു. അത് ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കും. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ജില്ലയിൽ LDF 10 ഭരണം ഉറപ്പിച്ചു. UDF 5 വിജയം നേടിയപ്പോൾ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്തിൽ UDFും LDFും തുല്യ ശക്തികളായി. ഇവിടെ UDFനും LDFനും 7 വീതം ഡിവിഷനുകളാണ് ഉള്ളത്. തൃശൂർ ജില്ലയിലെ 16 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 10 LDF ഇത്തവണ വിജയിച്ചു കയറി. 5 UDFും 1 ഇരുമുന്നണികളും തുല്യ ശക്തികളുമായി. 2020 തെരഞ്ഞെടുപ്പിൽ 14 സീറ്റുകൾ ഉണ്ടായിരുന്ന ഇടത്തു നിന്നുമാണ് 10 LDF ചുരുങ്ങിയത്.
ചാലക്കുടിയും ചാവക്കാടും മാത്രം കയ്യിലുണ്ടായിരുന്ന UDF അത് ഇത്തവണ 5ലേക്ക് കുതിച്ചുചാട്ടം നടത്തി. ചാലക്കുടിയും ചാവക്കാടും ഇത്തവണ നിലനിർത്തിയ UDF മാളയും മുല്ലശ്ശേരിയും തളിക്കുളവും പിടിച്ചെടുത്തു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്തിൽ UDFും LDFും തുല്യനിലയിൽ സീറ്റുകൾ പങ്കിട്ടു. വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് നേതാക്കളെ വിജയിപ്പിക്കാനായത് അണികളിൽ ആത്മവിശ്വാസം പകർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. മാള ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ 5 പഞ്ചായത്തുകളിൽ 4ഇടത്ത് UDFന് മുൻതൂക്കം. മാളയിൽ UDFും LDFും തുല്യ ശക്തികളായി നിൽക്കുന്നുണ്ടെങ്കിലും സ്വതന്ത്രയായി മത്സരിച്ചു വന്ന കവിത സുഭാഷിന്റെ പിന്തുണ ലഭിക്കുന്നതിലൂടെ LDF ഭരണം നിലനിർത്തും. ഏറെക്കാലമായി UDF ഭരണത്തിലില്ലാതിരുന്ന ആളൂർ ഗ്രാമപഞ്ചായത്ത് പിടിച്ചെടുക്കാനായത് UDF കേന്ദ്രങ്ങളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന് പരിമിതമായ അംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് 17 സീറ്റിലേക്ക് വളർന്ന LDFനെ 6 സീറ്റിൽ തളയ്ക്കാൻ കോൺഗ്രസിനായത്. ആളൂരിൽ 1 സീറ്റ് NDAയും നേടി. കുഴൂരിലും പൊയ്യയിലും UDF ഭരണം നിലനിർത്തി. നിലവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഡെയ്സി തോമസ് പൊയ്യയിൽ പരാജയപ്പെട്ടത് കോൺഗ്രസിന് പ്രാദേശിക തലത്തിൽ ക്ഷീണമായി. എങ്കിലും 9 സീറ്റുകൾ നേടി പൊയ്യയിൽ UDF ഭരണം തുടരും. 6 സീറ്റുകളാണ് ഇത്തവണ LDFനുള്ളത്. കഴിഞ്ഞ തവണ NDA അംഗങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇത്തവണ പൊയ്യ പഞ്ചായത്തിൽ NDAക്ക് ആരെയും വിജയിപ്പിക്കാൻ ആയിട്ടില്ല. കോൺഗ്രസിൽ നിന്നും റിബലായി മാറിയ സോണി തോമസാണ് പൊയ്യ ഗ്രാമപഞ്ചായത്തിൽ വിജയിച്ച സ്വതന്ത്രൻ. കുഴൂരിൽ ഇത്തവണ മിന്നും ജയമാണ് UDFന് ഉണ്ടായിട്ടുള്ളത്. 11 വാർഡുകളിൽ കോൺഗ്രസ് അംഗങ്ങൾ വിജയിച്ചു കയറിയപ്പോൾ LDFനെയും NDAയും 2 വീതം അംഗങ്ങളാക്കി ചുരുക്കി മൂലക്കിരുത്താൻ കോൺഗ്രസിന് കഴിഞ്ഞു. തെക്കുമുറി വാർഡിൽ നിന്നും വിജയിച്ച ശിവനും തിരുത്ത വാർഡിൽ നിന്നും വിജയിച്ച ഷിജി യാക്കൂബുമാണ് 2 LDF അംഗങ്ങൾ. താണിശ്ശേരി വാർഡിൽ നിന്നും വിജയിച്ച സുധീറും തിരുമുക്കുളം വാർഡിൽ നിന്നും വിജയിച്ച ദീപയുമാണ് കുഴൂർ പഞ്ചായത്തിലെ NDA അംഗങ്ങൾ. 2020 തെരഞ്ഞെടുപ്പിൽ LDFും UDFും തുല്യനിലയിലായ അന്നമനട ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ പക്ഷേ UDFന് ഭയാശങ്കയില്ലാതെ ഭരിക്കാം. 14 സീറ്റുകളിലാണ് അന്നമനടയിൽ കോൺഗ്രസിന് വിജയമുണ്ടായിട്ടുള്ളത്. വികസനത്തെക്കുറിച്ച് വാതാവരാതെ പ്രസംഗിച്ച LDFനെ ജനം 5 സീറ്റിലേക്ക് ഒതുക്കി. ഷിജി ബിജുവാണ് അന്നമനട ഗ്രാമപഞ്ചായത്തിൽ നിന്നും വിജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി. 8 വീതം സീറ്റുകൾ നേടി UDFും LDFും മാളയിൽ തുല്യശക്തികളായി നിൽക്കവേ 4 സീറ്റുകളുമായാണ് ഇത്തവണ NDA മാള ഗ്രാമപഞ്ചായത്തിൽ രംഗപ്രവേശനം ചെയ്യുന്നത്. 1 സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മാളയിൽ വിജയിച്ചിട്ടുണ്ട്. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാവും മാള ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന TP രവീന്ദ്രൻ പാർട്ടിയോടിടഞ്ഞ റിബലായി മത്സരിച്ചുവെങ്കിലും കോൺഗ്രസിലെ TK ജിനേഷിനോട് ദയനീയമായി പരാജയപ്പെട്ടു. 43 വോട്ടുകൾ മാത്രമാണ് TP രവീന്ദ്രന് സമാഹരിക്കാനായത്. TK ജിനേഷ് 571 വോട്ടുകൾ നേടിയപ്പോൾ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയായ NV സുരേഷ് ബാബു 134 വോട്ടും BJP സ്ഥാനാർത്ഥി 111 വോട്ടുകളും നേടി. 2020 സ്ഥാനാർത്ഥി ജോയ് ചേരിയേക്കര 44 വോട്ടുകൾ നേടിയപ്പോൾ 43 വോട്ടുകൾ മാത്രം നേടി TP രവീന്ദ്രന് ഒതുങ്ങേണ്ടിയും വന്നു. മീഡിയ ടൈം, മാള. വെള്ളാങ്കല്ലൂർ ബ്ലോക്കിൽ ഇടതുപക്ഷം ഭരണം നിലനിർത്തി. UDFന് 2 സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാനായത്. എന്നാൽ ഇത്തവണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാകുവാൻ CPM മത്സരിപ്പിച്ച KV ഉണ്ണികൃഷ്ണൻ കോണത്തുകുന്ന് ഡിവിഷനിൽ പരാജയപ്പെട്ടു. കോൺഗ്രസിലെ അയൂബ് കരൂപ്പടന്നയോടാണ് ഉണ്ണികൃഷ്ണൻ പരാജയപ്പെട്ടത്. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ LDF ഭരണം നിലനിർത്തി. ആകെയുള്ള 14 ഡിവിഷനുകളിൽ 12 സീറ്റ് നേടിയ സമഗ്രാധിപത്യമാണ് LDFന് വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ഉണ്ടാക്കിയെടുക്കാനായത്. പട്ടേപ്പാടവും കോണത്തുകുന്നും മാത്രം ജയിച്ച് UDF ഇവിടെ 2 ഡിവിഷനുകളിൽ ഒതുങ്ങി. എന്നാൽ LDFന്റെ ഈ മിന്നൽ വിജയങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പാർട്ടി കരുതി മത്സരിപ്പിച്ചിരുന്ന KV ഉണ്ണികൃഷ്ണന് കോണത്തുകുന്നിൽ അയൂബ് കരൂപ്പടന്നയോട് കാലിടറി. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിലെ പല ഡിവിഷനുകളിലും നേടിയ മാർജിനലുകളിലാണ് LDF സ്ഥാനാർത്ഥികളുടെ വിജയമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് UDF കേന്ദ്രങ്ങൾ സമാശ്വസിക്കുന്നത്. തൃശൂർ ജില്ലയിലെ UDFന്റെ കുത്തൊഴുക്കിലും വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാനാകാത്തത് UDF അണികളിൽ നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം സ്വന്തം തട്ടകത്തിൽ CPMന്റെ മാളയിലെ ഏരിയ കമ്മിറ്റി അംഗമായ KV ഉണ്ണികൃഷ്ണനെ വിജയിപ്പിക്കാനാകാത്തതിന്റെ നിരാശയും പുകയുന്നുണ്ട്. KV ഉണ്ണികൃഷ്ണന്റെ തോൽവിയിൽ പാർട്ടിക്കകത്ത് അസ്വാരസ്യങ്ങൾ വരും ദിവസങ്ങളിൽ ഉടലെടുക്കാനും ഇടയുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണം LDFൽ നിന്ന് UDF പിടിച്ചെടുത്തു. 2 വാർഡുകളിൽ NDAയും സാന്നിധ്യം അറിയിച്ചു. UDF 11 സീറ്റിലും LDF 10 സീറ്റിലുമാണ് വെള്ളാങ്കല്ലൂരിൽ വിജയം നേടിയത്.
കഴിഞ്ഞ 10 വർഷമായി തങ്ങൾക്കില്ലാതിരുന്ന ഭരണം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൽ UDF. ഒരൊറ്റ സീറ്റിലാണ് UDF വെള്ളാങ്കല്ലൂരിൽ ഭരണസാരഥ്യം വഹിക്കാൻ പോകുന്നത്. 23 വാർഡുകളുള്ള വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ 11 സീറ്റിലാണ് UDF വിജയിച്ചിട്ടുള്ളത്. 10 സീറ്റിൽ LDF വിജയിച്ചപ്പോൾ 2 സീറ്റുമായി NDAയും പുനർരംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. LDFിന്റെ സിറ്റിംഗ് വാർഡായ വാർഡ് 19 ചിരട്ടക്കുന്നിൽ നിന്നാണ് ഇടതു സ്ഥാനാർത്ഥിയെ മലർത്തിയടിച്ച് NDAയിലെ പ്രിയ പത്മനാഭൻ കാവിക്കൊടി പാറിച്ചത്. ബ്രാലം വാർഡിൽ നിന്ന് മുൻ പഞ്ചായത്ത് അംഗം കൂടിയായിരുന്ന ഷിബിൻ ആക്ലിപ്പറമ്പിൽ NDA ടിക്കറ്റിൽ വിജയിച്ചു കയറി. വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ മുതൽ ഒപ്പത്തിനൊപ്പമായിരുന്നു UDFും LDFും പഞ്ചായത്തിൽ മുന്നേറിക്കൊണ്ടിരുന്നത്. 18 വാർഡുകൾ എണ്ണി തീർന്നതിനു ശേഷമാണ് ഭരണം UDFിലേക്ക് വന്നു വീണത്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDF തരംഗം. LDF തകർന്നടിഞ്ഞപ്പോൾ NDA നില മെച്ചപ്പെടുത്തി. തൃശൂർ ജില്ലയിൽ ഇടതുകോട്ടകൾ പൊളിച്ചടുക്കി UDF. ആകെയുള്ള 86 ഗ്രാമപഞ്ചായത്തുകളിൽ 34 ഇടത്ത് UDF വിജയ പതാക പാറിച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ ഭരണവിരുദ്ധ വികാരം അലടിക്കുന്നുവെന്നതിന്റെ തെളിവാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഉണ്ടായതെന്ന് MV ഗോവിന്ദൻ. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.